This video is powered by MyG Future. Experience the next. പതുമനാഭ പരമപുരുഷ പരം ജ്യോതി. കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വേർഡ് ഈ മനുഷ്യൻ വാസ്തവമായിട്ട് സത്യമായിട്ട് നീതിമാനായിരുന്നു. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ ഒരു കാര്യം അസംബ്ലിയിൽ എഴുന്നേറ്റ് അദ്ദേഹം നീതിമാനായിരുന്നു. ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചെന്നാരാണ്? അതൊരു നഷ്ടപരിഹാരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ രാജീവ് ഗാന്ധിയാണ്, പേരൻസിനെക്കാട്ടിൽ. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വളരെയധികം ഷോക്കിലേക്ക് എത്തിച്ചു. അപ്പോൾ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനൊരിക്കലും സ്ഥാനം നോക്കി ഒരു കാര്യം ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. മന്ത്രിയാക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, മന്ത്രിയാക്കിയില്ലേ അതിനെക്കാട്ടി വെൽ ആൻഡ് ഗുഡ്. 23 വർഷക്കാലം എനിക്കൊരു പദവി ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ CPM കാരും BJP കാരും എൻ്റെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു പാൻറ്റാണ്. അപ്പയുടെയൊക്കെ ശബ്ദം കോട്ടയം നസീറൊക്കെ ഫിഗർ വെച്ചിട്ട് അല്ലേ ചെയ്തിരുന്നത്? പിന്നെ നസീർ അപ്പോൾ മരിച്ചതിന് ശേഷം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ ചെയ്തില്ല. ഇപ്പം ഫാദറും ലീഡറുമായിട്ട് പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇല്ലാത്ത ആളല്ല. പക്ഷെ എൻ്റെ ഫാദർ കല്യാണം കഴിഞ്ഞ് ആദ്യം പോയി കണ്ടത് ലീഡർ കേൾക്കണ്ടായിരുന്നു. സിനിമയിൽ ചാൻസ് കിട്ടി അഭിനയിക്കോ? ആലോചിക്കാൻ. പക്ഷേ ഞാനിപ്പോൾ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹത്തിലേക്ക് എൻ്റെ ഫാദറിൻ്റെ പേരിൽ ഫാദറിൻ്റെ ലൈഫ് ഹിസ്റ്ററി. ഫാദറായിട്ട് അഭിനയിച്ചാൽ നന്നാകും എന്ന് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലേ? സ്റ്റേറ്റ്സിലും ഗൾഫിലും ഓസിന് ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക് സ്റ്റേറ്റ്സിലെ കാറിനെ വെല്ലണ സ്പീഡിൽ ഇതുവഴി പോകാൻ തോന്നുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നത് ഞാൻ ആലോചിക്കണം. ഇത് സ്നേഹത്തിൻ്റെയും ജനസമ്പർക്കത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജീവനുള്ള ഓർമ്മയായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ. പുതുപ്പള്ളിക്കാർക്ക് കൂട്ടുകാരനായും സഹോദരനായും മകനായും ഒക്കെയുള്ള പ്രിയപ്പെട്ട ജനകീയ നേതാവ് ശ്രീ ചാണ്ടി ഉമ്മൻ, വെൽക്കം. താങ്ക് യു. മികച്ച ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിക്കുക, എന്താ പേര് ഇങ്ങനെ ഇട്ടത്? നാദിർ ഷോ. നാദിർ ഷോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റേജിൽ ഷോ ചെയ്യുന്നുണ്ട്. നാദിർ ഷോ എന്ന് പറഞ്ഞത് ഗാനമേളയും മിമിക്രിയും ഒരു മെഗാ ഷോ. അപ്പോൾ നമ്മളത് ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചാറ്റ് ഷോ തുടങ്ങിയപ്പോൾ ഏതായാലും ഒരു പേര് അങ്ങനെ കിടക്കുന്നുണ്ട്, ഷാക്കി വരും ഷോ എന്നുള്ളത് ഒരു ചേർന്ന് പോകുന്നതാണ്. പിന്നെ എന്നെ വിളിക്കാനുള്ള കാര്യം എന്താ? നമ്മൾ കോഴിക്കോട് എയർപോർട്ട് വെച്ച് കണ്ടുകൊണ്ടാണ്? അല്ല, അത് ഇലക്ഷനൊക്കെ മുമ്പല്ലേ. അതല്ലാതെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് വളരെ വിരളമായിരുന്നു. വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ. പക്ഷേ കുറേ നേരം സംസാരിക്കാൻ കിട്ടിയത് നമുക്ക് കാലിക്കറ്റാണ്, എയർപോർട്ട് വെച്ച് ഒരു ട്രാൻസിറ്റിന് ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ ഇത്രയും സിമ്പിളാണോ? അങ്ങനെയാണ് പെട്ടെന്ന് വിളിക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നെനിക്ക് തോന്നിയത്. കാരണം വിളിച്ചാൽ അദ്ദേഹം വരും. ആദ്യത്തെ 2 ചോദ്യം ഞാനാണ് ചോദിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഒരു സ്റ്റേജിൽ ഗാനമേളയുടെ ഫ്രണ്ടിൽ കിടന്ന് ആരോ വിളിച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ അത് തുള്ളലൊക്കെ കണ്ട്. ഇപ്പോഴും രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈ കതറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഫ്രണ്ടിൽ കിടന്ന് തുള്ളണ കണ്ടപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പ് എന്താണ് അതിന് പറയണത്? ശരിക്കും പറഞ്ഞാൽ ആ കൊതിയില്ലേ ഫ്രണ്ടിൽ കിടന്ന് പാട്ടൊക്കെ കേട്ടിട്ട്, അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാനിപ്പം തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ചെയ്യും. ഇനി ചെയ്യാനുള്ള തീരുമാനത്തിൽ. ഇപ്പം MLA ആയതിനു ശേഷം ഇനി MLA ആയതിനു ശേഷം നമ്മൾ ഇനി ഡാൻസും ഗാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനിയും അത് സംശയമുണ്ട്, ഉറപ്പായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ. പാട്ട് പാടുമോ? പാട്ട് അങ്ങനെ എന്നെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ആസിക്കൽ ഒരു ശാൽവാടി അയ്യർ എന്ന് പറഞ്ഞൊരു സ്വാമി വരുമായിരുന്നു. എനിക്ക് പക്ഷേ ചെറുപ്പത്തിൽ പുള്ളിയെ കാണുമ്പോഴേ ഞാൻ ഒഴിച്ചു കൊടുക്കുക, ഞാൻ കട്ടിലടി കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷേ പുള്ളി അങ്ങനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചോ? അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കുറച്ചൊക്കെ. എന്നാലും സരിഗമ
ബാക്കി അല്ല ഇല്ല എൻ്റെ രണ്ടാം കാലം സരിഗമ പദ നിസ സനിധ പമഗരി സരിഗമ പദ നിസ സനിധ പമഗരി സരിഗമ പദ നിസ സനിധ പമഗരി. ഇത് ഓർമ്മയുണ്ടല്ലോ? ഇത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെ മറ്റേ സസരി രീക സരിക സസരി രീക ഗമ അത് പഠിച്ചോ? പിന്നെ അത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തെടുത്താലേ ഞാനത് ഓർക്കത്തുള്ളൂ. അല്ല ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ കുപ്പായത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചരിത്രം ഫസ്റ്റ് ടൈം കേൾക്കട്ടെ. ഏതെങ്കിലും കീർത്തന വർണ്ണം ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ ആദ്യം പഠിച്ച പാട്ട് ഇതാണ്. പതുമനാഭ പരമപുരുഷ പരം ജ്യോതി. അത്ര ഓർമ്മയുള്ളൂ. അത്ര ഓർമ്മ ഉണ്ടായില്ല. അതെ. പാട്ട് പാടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കായിരുന്നോ ആഗ്രഹം അല്ലെങ്കിൽ അപ്പയ്ക്കായിരുന്നു? അമ്മയ്ക്കാണ് ആഗ്രഹം. അപ്പയ്ക്ക് അതുമായിട്ടൊന്നും ഒരു എങ്ങനെയാണ് മോൻ പാട്ടുകാരനാകും എന്ന് അല്ലെങ്കിൽ പാട്ടുകാരനാക്കണമെന്ന് അമ്മ തീരുമാനിച്ചത്? ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾ അമ്മയ്ക്ക് ഇതേപോലത്തെ അമ്മ പാടുമായിരുന്നോ? അമ്മ പാടുക, അമ്മ അങ്ങനെ പാടത്തില്ല, പക്ഷെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത് ഞങ്ങൾ 3 പേരും. അതുകൊണ്ടാണ് മറിയം പാടുന്ന കാണാം, അച്ചു അങ്ങനെ പാട്ടില്ല, പക്ഷെ ഞങ്ങൾ 3 പേരെ പഠിച്ചിട്ടുണ്ട്. ശരി. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അങ്ങനെ പറഞ്ഞാൽ വെണ്ണിലാ ചന്ദനക്ക് വെണ്ണില ചന്ദന പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മതി, അത്ര മതി. ഈ വേർഡ്സ് പിന്നെ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് മാവേലി കുമ്പത്ത് കാസറ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ ഒരുപാട് കളിയാക്കി. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്കിപ്പം ഓർത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒത്തിരി നിങ്ങളുടെ കാസറ്റ്സ് ഒക്കെ കേൾക്കുമായിരുന്നു. അല്ല, ഓർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആ സമയത്ത് രാഷ്ട്രീയം ഇന്റർവ്യൂ നടത്തത്തില്ലെന്നാണോ പറയുന്നത്? ഓർത്തെടുത്താൽ ഏതാ ഇന്റർവ്യൂ നടത്താൻ ഞാൻ പോകുമെന്നാണോ പറയുന്നത്? എന്നെ തല്ലും ചിലപ്പോൾ. അതൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇവനായിരുന്നല്ലേ അന്ന് അതൊക്കെ എഴുതി. നിങ്ങളുടെ ഷോസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു. ഞാനും ദിലീപ്, സലിംകുമാർ, മണി, ഞങ്ങളുടെയൊക്കെ ആ ഒരു ഗ്യാങ് ഞങ്ങൾ ഈ പാരഡി കാസറ്റൊക്കെ എഴുതി തുടങ്ങിയ ഈ സമയത്ത് രാഷ്ട്രീയക്കാരെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ കാരണം എന്താ? കാസറ്റ് വിറ്റുവാൻ. ഇത് ഇപ്പൊ എല്ലാവർക്കും വിറ്റുവാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് കാസറ്റിൽ വിറ്റുകൾ വേണ്ടേ? ആ വിറ്റുകൾ രാഷ്ട്രീയക്കാരെ വിറ്റാലാണ് ഞങ്ങൾക്ക് ആ വിറ്റുകൾ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അന്ന് പക്ഷെ അതൊക്കെ വളരെ ഹാംലെസ് ആയിട്ട് കേട്ടോ, ഹാംലെസ്. അതിൽ 13 തൊട്ട് 22 വരെ ഞങ്ങൾ കുറേ കേട്ടു. അത് പക്ഷെ അതുമായിട്ടൊരു കമ്പാരിസൺ ഇല്ല. അതൊക്കെ നിങ്ങളുടെയൊക്കെ ക്രിയേറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് ഇച്ചിരി ഒരു പേഴ്സണലൈസ്ഡ് അറ്റാക്സും പേഴ്സണലായിട്ടുള്ള വളരെ തരം താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങൾ. സോ നിങ്ങളെയൊക്കെ നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന. ഞങ്ങളന്ന് കരുണാകരൻ സാറിൻ്റെ പാട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ സ്പീഡ് ആ കാലം കട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. 20 കാറ് നിരനിരയായി തെരുവിതിലൂടെ പറക്കുമ്പോൾ അതിലൊരു കാറ് ഇവിടൊരു പാവം പ്രജയുടെ മേലിടിച്ചയ്യോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, റോഡിൽ കാറ് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ, കാറിൽ കയറി പയ്യപ്പോ. അതിൽ ഒരു വരിയുണ്ട്, സ്റ്റേറ്റ്സിലും ഗൾഫിലും ഓസിന് ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക് സ്റ്റേറ്റ്സിലെ കാറിനെ വെല്ലണ സ്പീഡിൽ ഇതുവഴി പോകാൻ തോന്നുമ്പോൾ പലരും മരിക്കും, പലതും നശിക്കും, ഇടയ്ക്കിടെ ചിലരുടെ കാലൊടിയും. മന്ത്രിക്കൊപ്പം കറങ്ങണ പോലീസിന്റെ തെറി കേട്ടാൽ കൊടുങ്ങല്ലൂരമ്മ പോലും ഓടി ഒളിക്കും. അന്ന് വിവാദത്തിൽ ഭാഗ്യമുണ്ടോ? വിവാദത്തിൽപ്പെടാത്ത ഭാഗ്യമുണ്ടോ? വിവാദത്തിലല്ല, കരുണാകരൻ സാറിനെ ഞാൻ കണ്ടു. അതിനുശേഷം ട്രെയിനിൽ വെച്ചിട്ടൊക്കെ കണ്ട സമയത്ത് ഞാൻ സാറ് എൻ്റെ പേര് നാദർഷ്, എനിക്കറിയാം, നൗഷ നാസർ, നാദർഷ്. ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ സാറിന് സോറി പറയാൻ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കാസറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ കേൾക്കാൻ തമാശയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോലുള്ള ലീഡേഴ്സിൻ്റെ മഹത്വം. അത് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കുന്ന, പോസിറ്റീവ് ക്രിറ്റിസായിട്ട് എടുക്കുന്ന ഒരു. ഇപ്പം മിമിക്രിക്കാർ സിനിമയിലൊക്കെ ചെയ്ത സമയത്ത് അപ്പയുടെയൊക്കെ ശബ്ദം, കോട്ടയം നസീറൊക്കെ ഫിഗർ വെച്ചിട്ട് അല്ലേ ചെയ്തിരുന്നത്. പിന്നെ നസീർ അപ്പോൾ മരിച്ചതിന് ശേഷം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ ചെയ്തില്ല. നസീർ പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം ഇമോഷണലായിരുന്നു. അവൻ ഭയങ്കര, ഞങ്ങൾ തമ്മിൽ പേഴ്സണലി സംസാരിച്ച സമയത്ത് ഞങ്ങളൊരു ഈ എല്ലാം മിമിക്രായ ഷോ ഉണ്ടായിരുന്നല്ലോ, അമൃത TV-യിലൊരു പരിപാടിയാണ്. അതിനകത്ത് വെച്ചു ഞാൻ പറഞ്ഞിട്ട് പുള്ളി അവൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സമയത്തൊക്കെ ഈ പ്രചോദ്, നസീർ,
പിന്നെ നമ്മുടെ രഘു കളമശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരണപ്പെട്ടു. ഞാനാ പോയായിരുന്നു, ഞാൻ അടക്കത്തിന് പോയായിരുന്നു. ഞാൻ അദ്ദേഹം അരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വരെ പോയി അന്തിമ ഉപചാരം അർപ്പിച്ചു. അപ്പയുടെ ഫിഗർ ചെയ്യുന്ന ഒരു മിമിക്രിക്കാരൻ മരിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ഒരു മനസ്സ് മകൻ്റെ. സാധാരണഗതിയിൽ ഈ ഒരു മനസ്സ് രാഷ്ട്രീയക്കാർക്ക് വളരെ അപൂർവമാണ്. സാധാരണ ശത്രുതയാണ് തോന്നുന്നത്. എന്താണ് എൻ്റെ അപ്പൻ്റെ ഫിഗറൊക്കെ വെച്ചിട്ട് ഇവന്മാരൊക്കെ കോമഡി കളിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗ്രേറ്റ്. അതിനകത്തൊന്നും ഒരു സന്തോഷമല്ലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. ഒരു അപ്പയെ പോലെ ഉള്ള ഒരാളല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങും. ഇപ്പോൾ കേരളത്തെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഓർപ്പിച്ചവരാണ് ഇവരൊക്കെ. അപ്പം എനിക്ക് കടപ്പാടേ ഉള്ളൂ. ഉമ്മൻചാണ്ടി എന്ന പേരിൽ നിന്ന് ചാണ്ടി ഉമ്മനിലേക്ക് വന്നപ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണ്? ഒരു ബാധ്യത അല്ല, അതൊരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞ് ഇന്നും പല സ്ഥലത്ത് പോകുമ്പോഴും ഉമ്മൻചാണ്ടി എന്നാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതെ പറയുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തി. പുതുപ്പള്ളി ഫെസ്റ്റ് ആങ്കർ 3-4 പ്രാവശ്യം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഇവിടെ ഈ പുള്ളി എൻ്റെ പേരിലല്ലോ പറയാം. അപ്പോൾ അത് എളുപ്പമല്ല. പുതുപ്പള്ളിക്കാരുടെ മനസ്സിൽ ഇൻഗ്രെയിൻഡാണ് ആ പേര്. അപ്പം അത് ഒരു 50 വർഷം കഴിഞ്ഞാലും അപ്പോഴും ഇവർ പറയുക അതായത് കാരണം അതേ ബന്ധമാണ് ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പം നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ മറന്നു പോകും ഇല്ല. അപ്പം ആ നാടിൻ്റെ മുഴുവൻ സ്ഥലത്തെയും കുടുംബാംഗമാണ്. അപ്പം അതുകൊണ്ട് കൊച്ചുകുട്ടികൾ പോലും, ഞാൻ ഈ സൈക്കിളുമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി കണ്ടപ്പോഴും അവൻ ആദ്യം ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പം ഞാൻ ഓർത്ത് ഈ കൊച്ചുകുട്ടി ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്നാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. ഫാദറിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വേർഡ് നീതിമാൻ. ഈ മനുഷ്യൻ വാസ്തവമായിട്ട് സത്യമായിട്ട് നീതിമാനായിരുന്നു. സത്യമായിട്ടും അത് ക്രിസ്തുവിനെ കുറിച്ച് റോമൻ പടയാളി പറയുന്നൊരു കാര്യമാണ്. ഈ ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഇത് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് വാസ്തവമായിട്ട് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലോകത്തിലൊരു കല്ലറയിലും അങ്ങനെ അധികം ആ വാക്ക് എഴുതി വെക്കത്തില്ല. ഇത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ ഒരു കാര്യം അസംബ്ലിയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ സത്യമായിട്ട് അത് തന്നെയാണ് അവിടെ എഴുതപ്പെടേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അതായത് അവനും ഈ കാര്യം ഈ അന്തിമ യാത്രയിൽ ഈ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ കാര്യം പറഞ്ഞു. അത് തന്നെ പ്രതിപക്ഷനാഥൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഞങ്ങളുടെ ഇവിടുത്തെ ഭദ്രാസനാധിപൻ ദിയോസ്കോറസിന് ലോകത്തൊരു കല്ലറയിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സത്യം. എന്താ പറയുക, അതേ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷമം. അതൊരു നമുക്കിപ്പോൾ നികത്താൻ പറ്റാത്ത കാര്യം. പക്ഷേ ആളുകൾ ആ സ്നേഹം നിലനിർത്തുന്നുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴേ എനിക്കറിയില്ല, ഞാൻ പലതവണ അപ്പഴെടുത്ത് പോയിട്ടുണ്ട്. ഇത്രയും സ്നേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓരോ വണ്ടി ചിലപ്പോൾ നിർത്തിയിട്ട് കൈ കാണിക്കും. ഒരാളും തന്നെ വണ്ടി നിർത്തിച്ച് ഫോട്ടോ എടുക്കാൻ പോകുന്നു. അങ്ങനെ അത് സ്റ്റേറ്റിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെ അനുഭവമുണ്ട്. വലിയ സ്നേഹമാണ് ജനങ്ങളുടെ ഇടയിൽ. അദ്ദേഹത്തോടുള്ളൊരു സമീപനം, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള സമീപനം, ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടം, ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഇഷ്ടം തന്നെയാണ് നമുക്കും ഓടി വരാനായിട്ടൊരു തോന്നലുണ്ടായത്. MLA ആയി. അതിനിടയിൽ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചത് ആരാണ്? 1991 എൻ്റെ ഫാദർ എനിക്ക് മേടിച്ചു തന്നു. ഏത് സൈക്കിളായിരുന്നു? BSA ചാമ്പ്. 1991 ആ, അതൊരു കോമ്പൻസേഷൻ അല്ല, ഒരു എന്താ പറയുക, അതൊരു നഷ്ടപരിഹാരമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ രാജീവ് ഗാന്ധിയാണ് എൻ്റെ ജീവിതത്തിൽ, പേരൻസിനെക്കാട്ടിൽ. ആ, അപ്പം അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വളരെയധികം എന്താ പറയുക ഒരു ഷോക്കിലേക്ക് എത്തിച്ചു. അപ്പം എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഡൽഹി കൊണ്ടുപോയി സോണിയാജിയെ കാണിക്കാമെന്നാണ് ഒരു കാര്യം പറഞ്ഞത്. 2 ഈ സൈക്കിൾ മേടിച്ച്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം മേടിച്ചു തന്നൊരു കാര്യമാണ്. 40 days ഫാസ്റ്റ് ചെയ്തു എൻ്റെ ആ പ്രായത്തിൽ. ഫാസ്റ്റ് ചെയ്താൽ വെജ് ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാലുള്ള എന്താണോ അത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഞാൻ 3 സ്റ്റില്ലും 2 വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ ജയിച്ചു അപ്പ. ഈ ക്യാപ്ഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടും എന്ന തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിനകത്ത് എഴുതിക്കണം എന്നറിയാം, ഇല്ലേ ചാണ്ടി ഉമ്മൻ ഇത് കഴിഞ്ഞിട്ട് വേണം സൈക്കിൾ ചവിട്ടാൻ പോകാൻ. എന്താ രാഹുൽജി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഏതൊരു പോസ്റ്റിൽ ചാടി കൂളായിട്ട് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചാരിക്കുക.
പിന്നെന്തോ ചെയ്യണം? ഇതെങ്ങനെ സാധിക്കുന്നത് ഞാൻ ആലോചിക്കണം. ഇത് ചില സിനിമകളിൽ ക്ലൈമാക്സിൽ ഉള്ള ട്വിസ്റ്റ് പോലെ തോന്നിയൊരു വീഡിയോ. നമ്മളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താങ്കൾ ചെന്നിട്ടൊരു ആ ഓഡിയൻസിൻ്റെ സ്റ്റേജിൽ ഇതാ ഇത് ഇവിടെ ചാരിങ്ങനെ നിൽക്കുന്നത്. അത് നമ്മുടെ സത്യപ്രതിജ്ഞ. ആ ഞാനന്ന് 3 മണിക്കൂർ എൻ്റെ ജോലി സെൽഫി എടുക്കുകയാണ്. 3 മണിക്കൂർ ജനങ്ങളൊന്ന് സെൽഫി വേദിയിലും അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും താഴെ ഇറങ്ങി ഞാൻ 3 മണിക്കൂറോളം സെൽഫി എടുക്കുക. എനിക്ക് അതിനെ നേരമുള്ളായിരുന്നു. അല്ല, അപ്പോഴെല്ലാവരുടെയും അതായിരുന്നു ഹിറ്റ്. ആ ഒരു വിഷ്വല് ജനങ്ങളുടെ മനസ്സിൽ, അതായത് ഇങ്ങനെ ഒതുങ്ങി. അതിന് തൊട്ട് മുമ്പ് വരെ അടുത്ത മന്ത്രി എന്ന് പറഞ്ഞിട്ട്, ചാണ്ടി ഉമ്മൻ മന്ത്രി, മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്ഥാനം നോക്കാനാണ് എനിക്ക് എത്രയോ അവസരങ്ങളുണ്ട്. എൻ്റെ ഫാദർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എത്രയോ അവസരങ്ങൾ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥാനം നോക്കിയല്ല ഞാനൊരു സ്ഥാനത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് വന്നത്. അപ്പോൾ സ്ഥാനമുണ്ടെങ്കിലും സ്ഥാനമില്ലെങ്കിലും MLA അല്ലാതെ 23 വർഷക്കാലം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. MLA അല്ലാതെ ഞാനിന്ന് MLA ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 23 വർഷക്കാലം എനിക്കൊരു പദവി ഉണ്ടായിട്ടില്ല. ഞാൻ കോളേജിൽ വിദ്യാർത്ഥിയായിട്ടും സ്കൂളിൽ വിദ്യാർത്ഥിയായിട്ടും പഠിച്ചപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ ഫാദർ ഉണ്ടായിരുന്നു, ഫാദറിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ ഞാനൊരിക്കലും സ്ഥാനം നോക്കി ഒരു കാര്യം ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. മന്ത്രിയാക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, മന്ത്രിയാക്കില്ലേ അതിനെക്കാട്ടി വെൽ ആൻഡ് ഗുഡ്. ഞാൻ ഫ്രീ ആണ് കൂടുതൽ. എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം ആകാൻ സാധിക്കുന്നത് മന്ത്രിയല്ലാത്തപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറയും, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കാസർഗോഡോട്ട് നടക്കാൻ പോവുക, ഇവിടെ തിരുവനന്തപുരം വരെ. ഇന്ന് അത് തീരുമാനിച്ചില്ല. ഞാൻ നടക്കാൻ ഞാൻ നടന്നാണല്ലോ ശീലിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ നടക്കുന്ന ഒരാളാണ്. അപ്പം നടക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലേ ശരിക്കും? അപ്പയും ഒത്തിരി നടന്നിട്ടുള്ള ആളാണ്. പക്ഷേ കാസർഗോഡോട്ട് അങ്ങനൊരു പരിപാടി, ഞാൻ ഇന്ത്യയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഔജിയോടൊപ്പം നടന്നതാണ്. അപ്പോൾ എനിക്ക് നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നടക്കാനും വേണമെങ്കിൽ സൈക്കിളത്തോടും ആലോചിക്കാം. അപ്പം നടക്കുന്ന ഒരു ഡ്രഗ്സിനെതിരെ ഒരു ക്യാമ്പയിൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അതും നടക്കണം. എൻ്റെ MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടക്കണം. അപ്പം അതാണ് എന്നെ കൂടുതൽ ആൾക്കാരിൽ നീ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ കുടുംബത്തിലെ അംഗമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന സാധ്യതയുള്ളപ്പോഴാണ്. കേരളത്തിൽ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള മസ്റ്റ് കാര്യമാണ് എന്ന് ഇപ്പോൾ മിനിസ്റ്ററല്ല, പക്ഷേ MLA ആണ്. പക്ഷേ ഒരു മിനിസ്ട്രിയിൽ വേണ്ടി വന്നാൽ ഇങ്ങനൊരു പുതിയ കാര്യം നടപ്പിലാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഏതാണ്? എന്തെങ്കിലും? റോഡ്സിൻ്റെ കാര്യത്തിലാണ് വളരെ ദയനീയമാണ് അവസ്ഥ, വളരെ ദയനീയം. ഏത് സർക്കാർ ഭരിച്ചാലും റോഡ്സ് ഇപ്പം ടാർ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചോ ഒരാഴ്ചക്കുള്ളിൽ കുത്തിപ്പൊളിച്ചിരിക്കും. ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇത്. അനുവദിക്കാൻ പാടില്ല. സർക്കാർ എന്താണോ നിയമം കൊണ്ടുവരാൻ അത് ആലോചിച്ചോളുക. ഇത് ജനങ്ങൾക്ക് ആവശ്യം ഒറ്റ കാര്യം. ഞാൻ വീടുകൾ കയറുമ്പോൾ ജനങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് റോഡ് വേണം. റോഡില്ല, റോഡ് തകർക്കുകയാണ്. തകർത്ത് കഴിഞ്ഞാൽ റിസ്റ്റോർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റിസ്റ്റോർ ചെയ്യാൻ ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ റോഡ് തകർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്റ്റോർ ചെയ്യാം. ഇപ്പം വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാണ് സകല റോഡും ഞങ്ങളുടെ സ്ഥലത്ത് തകർത്തിട്ടിരിക്കുന്നത്. വെള്ളമുണ്ടോ വെള്ളമില്ല, റോഡുണ്ടോ റോഡുമില്ല. അപ്പോൾ റോഡുമില്ല, വെള്ളമില്ലാത്ത സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുക. ഇവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല. വാട്ടർ വർക്ക്സും വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ PWDയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ ഞങ്ങളുടെ ഒരു മണ്ഡലത്തിൽ ഒരു പോയിന്റിൽ കേസ് കൊടുത്തു ഒരാൾ, പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ ഒരു ശത്രു രാജ്യങ്ങളിലോട്ട് പെരുമാറാൻ പറ്റുമോ? സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ കോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് വിദേശ രാജ്യങ്ങൾ അവിടെയാണ് മാതൃക. നമ്മളിപ്പോൾ മാതൃകയാക്കുന്ന പല സോഷ്യൽ ആസ്പെക്ട്സിലാണ് മാതൃകയാക്കുന്നത്. നമ്മൾ മാതൃകയാക്കേണ്ട റോഡ്സിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ, കോർഡിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒറ്റ കെട്ടായി പ്രവർത്തിക്കണം. അതിവിടെ സാധിക്കുന്നില്ല. അത് പുതിയ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഇന്നത്തെ യുവാക്കൾക്ക് രാഷ്ട്രീയം വിട്ടുമാറുന്നില്ല. പക്ഷേ രാഷ്ട്രീയക്കാർ യുവാക്കളിൽ നിന്നും മാറുന്നുണ്ടോ? രാഷ്ട്രീയം അങ്ങനെ യുവാക്കളിൽ നിന്ന് അകന്നു പോകുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം തിരിച്ചാൽ ചെറുപ്പക്കാർക്കൊരു വിരക്തിയുണ്ടോ, ഒരു താല്പര്യക്കുറവുണ്ടോ? കാരണം എൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ തലമുറയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ തലമുറയല്ല, സ്കൂളിൻ്റെ ചരിത്രം തൊട്ട് ഇപ്പോൾ ഈ അവസാനം വരത്തെ ബാച്ച് എടുത്താൽ ഞാൻ മാത്രമേ ഇതുവരെ ഉള്ളൂ രാഷ്ട്രീയക്കാരനായിട്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് രാഷ്ട്രീയമില്ല. പക്ഷേ ഞാൻ എന്നും ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഞാൻ സ്കൂളിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും പുറത്ത് ഞാൻ ഫുൾ പൊളിറ്റിക്സ് എൻഗേജ്ഡ് ആയിരുന്നു. ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സ്കൂളിലെ ചർച്ച മൊത്തം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ BJP-ക്കാരനായിരുന്നു. അവനോട് ദിവസം അടിയായിരുന്നു, രാഷ്ട്രീയം പറഞ്ഞു.
അല്ല അന്ന് മറ്റേ സ്കൂൾ ലീഡർ സ്ഥാനത്തിനൊന്നും വേണ്ടിയിട്ട് മത്സരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്ന് മത്സരമില്ല, ഞങ്ങൾക്ക് അവിടെ പാടില്ല. ഞങ്ങൾക്ക് മത്സരമില്ല അവിടെ സ്കൂളിൽ. അപ്പോൾ അതിന് വരെ ഞാൻ ഹൗസിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു, ഞാനത് എന്നെ കൃത്യമായി ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. SFI KCA ABVP ഒന്നുമില്ല. ഞാൻ സ്കൂളിലില്ല. കോളേജിലോട്ട് പോയപ്പം യുവാനിസിലുണ്ടായിരുന്നു, പക്ഷേ സ്റ്റീഫൻസിൽ ഒട്ടുമില്ല. സ്റ്റീഫൻസിൽ പോയപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത പൊളിറ്റിക്സ്. ഞാനവിടെ ചെയർമാനായി. അന്ന് എൻ്റെ CPM കാരും BJP കാരും എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു പാൻറ്റായിരുന്നു. ഇപ്പം ഞാൻ സെൻറ്റ് പോൾസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ P. രാജീവ് ആയിരുന്നു അദ്ദേഹം. മന്ത്രി അല്ല, അദ്ദേഹം അവിടെ പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, സീനിയർ ആയിട്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ SFIയുടെ കാൻഡിഡേറ്റായിട്ട് സെൻറ്റ് പോൾസ് കോളേജിൽ ഇലക്ഷൻ നടത്തി. തോറ്റുപോയി. എനിക്ക് ഞാൻ അത്രയ്ക്ക് വോട്ട് കിട്ടിയുള്ളൂന്നേ. ഞാൻ എന്താ പറ്റിയത്? തമാശ ഒന്നും പറഞ്ഞില്ലേ? തമാശ പറഞ്ഞല്ല, ഞാൻ കയറി പാട്ട് പാടി. വെറുതെ അങ്ങനെ തോറ്റുപോയി. ഒരു പാട്ടും പാടാൻ അറിയാൻ പാടില്ലാത്ത ഓപ്പോസിറ്റിൽ നിന്ന് ആൻ്റണി എന്ന് പറഞ്ഞ അവൻ പുഷ്പം പോലെ ജയിച്ച്. തമാശ തമാശയിലെ ഫോർട്ട് തമാശ ഞാൻ തമാശയൊക്കെ പറയാൻ ശ്രമിച്ചതൊക്കെ കാര്യമായി പോയെന്നേ. അങ്ങനെ വോട്ട് ചെയ്ത രാഷ്ട്രീയത്തിൽ പണ്ട് പറഞ്ഞാണ് സീനിയേഴ്സ്. ഇപ്പോൾ അപ്പയുടെ സ്ഥാനത്തും കരുണാകരൻ സാറും നയനാർ സാറായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഫാദറും ലീഡറുമായിട്ട് പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇല്ലാത്ത ആളല്ല. പക്ഷെ എൻ്റെ ഫാദർ കല്യാണം കഴിഞ്ഞ് ആദ്യം പോയി കണ്ടത് ലീഡർ കെ കരുണാകരൻ. ലീഡർ കെ കരുണാകരന് അപ്പയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് ലീഡറിന് നമുക്ക് എന്നെ ഇപ്പോഴേക്ക് ഓർമ്മയുണ്ട്. ഞാൻ 1991 ചിത്രനാൾ രാജാവ് നാട് നീങ്ങി അദ്ദേഹത്തെ ദർബാർ ഹാളിൽ ഇങ്ങനെ വെച്ചപ്പം എൻ്റെ ഫാദർ എന്നെയും കൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ലീഡർ എന്നെ വിളിച്ചിങ്ങനെ തലോടുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒന്നും നിൽക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർ തമ്മിലെല്ലാം ഉണ്ട്. പഴയ രാഷ്ട്രീയക്കാരുടെ, അതായത് പിതാക്കന്മാരുടെ പുത്രന്മാർ ഇപ്പോൾ നിയമസഭയിലും ഒക്കെ ഉണ്ട്, ക്യാബിനറ്റിലുണ്ട്. അത് ഓരോരുത്തരും ഇപ്പം ഷിബു ബേബി ജോൺ സാറിൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. ബേബി ജോൺ സാറും അപ്പയായിട്ട് അടുപ്പമായിരുന്നു. ആൻറ്റിയും അമ്മയായിട്ട് വലിയ എന്താ പറയുക, എപ്പോഴും ഇവർ തമ്മിൽ പ്രാർത്ഥനയാണ്. അതുപോലെ ബാലകൃഷ്ണ സാറിൻ്റെ ഫാമിലിയായിട്ട് വളരെ അടുപ്പമായിരുന്നു. ആൻറ്റിയും അമ്മയും പ്രാർത്ഥനയായിരുന്നു. ആൻറ്റി സാറും ഫാമിലിയായിട്ട് ഞങ്ങൾക്കുള്ള അടുപ്പം. അങ്ങനെ നോക്കിയാൽ എത്രയോ ഇവരായിട്ടൊക്കെ എല്ലാം റിലേഷൻസുള്ള നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു. വെറുതെ ചോദിക്കട്ടെ, സിനിമകളൊക്കെ കാണാറുണ്ട്, നേരം കിട്ടാറുണ്ടോ? സിനിമയിൽ ചാൻസ് കിട്ടി അഭിനയിക്കുമോ? സിനിമ ആലോചിക്കാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക, വേണേൽ ആലോചിക്കും. എത്തരത്തിലുള്ള റോളുകളാണ് താല്പര്യം? ഹീറോ ആണ്, വില്ലനാണ്? നമുക്കൊരു വില്ലൻ റോൾ പോലെ. വില്ലനാണ്. ആരും വിളിക്കണ്ടേ, ആരെങ്കിലും വിളിച്ചാലേ പോകാൻ പറ്റൂ. ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചു വരുമോ? വരാം. ശരി. അപ്പോൾ ആ സമയത്ത് നാദർഷഭായി, എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ആവേശത്തിൽ പറഞ്ഞാൽ ഞാനൊക്കെ ചെറിയ സംവിധായകനാണ്. വലിയ സംവിധായകർ ഇത് കേൾക്കുന്നുണ്ടാവും. ആ വലിയൊരു സംവിധായകരുടെ വലിയ സിനിമകളിൽ വേഷം ആദ്യം കിട്ടട്ടെ. ഞാനിപ്പോൾ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹം എനിക്ക്. എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ള സിനിമ, ഫാദറിൻ്റെ ലൈഫ് ഹിസ്റ്ററി. ഇപ്പം ഉമ്മൻചാണ്ടി എന്നതിൻ്റെ പേരിടണമെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുന്ന സിനിമ. ആരായിരിക്കും മനസ്സിൽ ഹീറോ അഭിനയിക്കാൻ? അതിപ്പോൾ എനിക്ക് അറിയത്തില്ല, കിട്ടുമായിരുന്നു. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പം ശരിക്കും നടക്കാൻ പോകുന്ന പ്രോജക്റ്റിൽ അതിപ്പോൾ ആ സമയത്ത് ആലോചിക്കാം. അല്ല, ഫാദറായിട്ട് അഭിനയിച്ചാൽ നന്നാകും എന്ന് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല? മമ്മൂട്ടി തന്നെയാണ്. ഞാനത് എടുക്കണമെന്ന് ആഗ്രഹം. ഒന്ന്, എൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ ഫർദർ ചാരിറ്റി ആക്ടിവിറ്റീസിന് ഫണ്ട് ചെയ്യാൻ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കട്ടെ എന്നുള്ളത്. സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും. വലിയ സംവിധായകർ ഇത് കേൾക്കുന്നുണ്ട്. നടൻ കേൾക്കും, കേൾക്കണം. അതെ, കൊണ്ട് കാണിച്ചാൽ മതി. അല്ല, ഞാൻ ഫസ്റ്റ് പിഷാരടി എന്ന് കാണിക്കും. പിഷാരടി അത് മമ്മൂക്കയെ കാണിച്ചോളൂ. ഇച്ചിരി ഗമ കൂടുതലാണ്. ആഭ്യന്തരമന്ത്രി രമേശ് എൻ്റെ ഇടയ്ക്ക് ആഭ്യന്തരമന്ത്രിയായിട്ട് പുള്ളി സ്വയം വിചാരിക്കുന്നുണ്ട് ഞാനാണ് ആഭ്യന്തരമന്ത്രി. ഇത് പുള്ളിയെ കാണിക്കട്ടെ. പേരിൽ രമേശ് ഉണ്ടല്ലോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആഭ്യന്തരമന്ത്രി രമേശാണ്, ഞാൻ മാറിപ്പോകുന്ന ഒരു സംശയമുണ്ട്. പിഷാരടി ചെന്നിത്തല വ്യത്യാസമേ ഉള്ളൂ.
ഇവൻ ചിലപ്പോൾ പോയിട്ട് സീറ്റിൽ നിന്ന് ആ പീസ് മാത്രം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അത് ഞാൻ നോക്കിയിരിപ്പുണ്ട് പുറേ. മിനിസ്റ്റർ ആകണം എന്നുള്ളൊരു നില വരുമ്പോൾ ഏത് മിനിസ്റ്റർ ആകാനായിരിക്കും താല്പര്യം? അങ്ങനെ ഒരു സാഹചര്യം വരട്ടെ. ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം എനിക്കൊന്നും പറയാനുള്ളൂ. അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് കേരളത്തിൽ വന്നാൽ ആദ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം? അയ്യോ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ, ഞാനതിന് മറുപടി പറയണോ? അങ്ങനെയല്ല, എന്നാലും ഒരു അംബിഷൻ ഉണ്ടാവില്ല നമുക്ക്. നമ്മുടെ നാടിനെ ശരിക്കും പറഞ്ഞാൽ ഉള്ള പൊട്ടൻഷ്യൽ അത് ഫുള്ളി നമ്മളിതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ കൾച്ചറലായിട്ടുള്ള ലിങ്ക്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ ലോകരാജ്യങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് തന്നെ. ആ ലിങ്ക്സിൻ്റെ ബാക്കി പത്രം ഇപ്പോഴും ഉണ്ട്. നമുക്ക് ആ ലിങ്ക്സ് റിവൈവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ടൂറിസം രംഗത്ത് എന്തിനാ കൾച്ചറൽ ലിങ്ക്സ് റിവൈവ് ചെയ്യുന്നത്? നമ്മുടെ ടൂറിസം പൊട്ടൻഷ്യൽ ഫുള്ളി ഉപയോഗിക്കാൻ, നമ്മുടെ ഹെൽത്ത് ടൂറിസം, നമ്മുടെ നാട്ടിലുള്ള വെൽനസ് സെൻറ്റേഴ്സ്, അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തണമെങ്കിൽ ലോകം മൊത്തം ഇങ്ങോട്ട് വരണം. അതിനെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണം. അതാണ് ടൂറിസത്തിലൂടെ നമ്മുടെ കേരളം മുന്നോട്ട് പോകണം. സ്പോർട്സ് രംഗം, സ്പോർട്സ് പോലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് കേരളത്തിലില്ല. അപ്പോൾ അതിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കണം. ടൂറിസവും സ്പോർട്സും കേരളത്തിന് ഫോർട്ടയാണ്. അതിൽ ഒരു സമരം ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് നമ്മൾ ഫോക്കസ് ആയിരിക്കുന്നത്. ഇലക്ഷന് വേണ്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ MLA-മാർക്കും കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ആ ഫണ്ട് മുഴുവനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്ത ആൾ ഞാൻ 2.5 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് 50 വീട് പണിയാൻ ഇറങ്ങി തിരിച്ചത്. അറിഞ്ഞുകൊണ്ട് തിരിച്ചല്ല, പക്ഷേ ചാടി പെട്ടുപോയതാണ്. പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച സ്പീഡൊന്നും നടന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് പോകാനും. കാരണം എൻ്റെ ഫാദർ ഒത്തിരി പേർക്ക് മെഡിസിൻസ് കൊടുക്കുമായിരുന്നു, ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു അനാഥത്വം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനൊരു കൺസെപ്റ്റ്, ഞാനൊരു 50 വീട് വെച്ചു. എനിക്കൊരു 100 വീട് വെക്കണമെന്നൊരാഗ്രഹം, പറ്റുമെങ്കിൽ 200 ആക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ അപ്പം എൻ്റെ പ്രൊജക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, ഈ ഫണ്ട് എക്സ്ട്രാ വരുന്നതെല്ലാം അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ ഫൗണ്ടേഷൻ കൊടുക്കാനുള്ള തീരുമാനത്തിലാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം എന്ന കൺസെപ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അത് ഉപയോഗിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിലെ വിട്ട് അതല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? ഇപ്പോൾ വേണമെങ്കിൽ സിദ്ധരാമയ്യ ഉണ്ട്, രേവന്ത് റെഡ്ഡിയുണ്ട്, വിജയുണ്ട്. വിജയുടെ വിജയം പ്രതീക്ഷിച്ചിരുന്ന? അല്ല, അത് ഒരു ചാനൽ മാത്രമേ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് കറക്റ്റായിട്ട് വന്നു. എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പുള്ളി ജയിക്കുമെന്ന്. കാരണം പുള്ളി പോകുമ്പോൾ ഉള്ള ഒരു ആൾക്കൂട്ടം, വോട്ട് ചെയ്യാൻ പോയപ്പോൾ ആൾക്കൂട്ടം, ഷോസ് ഇസ് വിന്നിങ്. സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നിട്ട് വ്യക്തി ഹത്യ, അല്ലെങ്കിൽ സിനിമാക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും മറ്റാരെ വേണമെങ്കിലും ആരാണെങ്കിലും അവരുടെ വിത്ത് ഫോട്ടോ ഇട്ടിട്ട് എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറയുന്ന ഒരു സംഭവം. അതൊരു വളരെ എന്താ പറയുക, ചെറിയ മലയാളിക്ക് മാത്രം ഇപ്പോൾ ശരിക്കും പറയാൻ ഒരു പ്രശ്നമുള്ളൂ എന്ന് ഞാൻ പറയും. നമ്മൾ അനാവശ്യമായി ഒത്തിരി പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരിയ ഷറപ്പോവയെ പോയി ടാർഗറ്റ് ചെയ്തതാണ് ഞാൻ ഓർക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോയി ടാർഗറ്റ് ചെയ്ത് എൻ്റെ ഓർമ്മ നിൽക്കുന്നു. അത് പക്ഷേ നമ്മളാണ് ചെറുതാവുന്നത് നമ്മൾ ഓർക്കുന്നില്ല. നമ്മളെപ്പറ്റി റിവീൽ ചെയ്യാണ്. വേറെ ആരും, നമ്മളിപ്പോൾ ഒരാൾ തെറി വിളിച്ചെന്ന് പറഞ്ഞു, പക്ഷെ ആ തെറി വിളിക്കുമ്പം നമ്മളാരാണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ അവരെ പറ്റിയല്ല. അവരെ ബാധിക്കുന്നില്ല. ഇതിപ്പോൾ കേരളത്തിലും ഒരു കൾച്ചർ വളരെ മോശമായിട്ട് വരിക. അത് ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. ആ ഒരു ദേഷ്യത്തിൽ പറയുന്നതായിരിക്കാം, ആ ഒരു ആവേശത്തിൽ പറയുന്നതായിരിക്കും, പക്ഷെ പറഞ്ഞില്ലേ, അത് ഡിലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുകയല്ലേ. അത് ഒന്ന് കൾച്ചറൽ ചേഞ്ച് നമുക്ക് ആവശ്യം. അമ്മ മെമ്പർ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്നുള്ളൊരു മെമ്പർ എന്നുള്ളതിൽ ചോദിച്ചോട്ടെ, നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സിനിമയ്ക്കെതിരെയുള്ള ആക്രമണം, ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ കോടികൾ മുടക്കുന്നതിന് റിവ്യൂസിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് റിവ്യൂസിന് നെഗറ്റീവ് അടിച്ചാൽ മാത്രമാണ് ആ റിവ്യൂസ് ഇത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന റിവ്യൂസിന് എഗെയിൻസ്റ്റായിട്ട് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പല പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്ന ഈ സോഷ്യൽ മീഡിയ സംഭവത്തിന് ഒരു ലോക്കിടാനായിട്ട് എന്തെങ്കിലും ഗവൺമെൻറ്റിന് പറ്റുമോ? നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് വളരെ കെയർഫുള്ളി നമുക്കതിനെ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാനും പറ്റത്തില്ല, അതേസമയം എന്താ പറയുക, അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബാധിക്കാനും പറ്റത്തില്ല, അതേസമയം
നിങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിക്കാനും പാടില്ല. നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതെങ്ങനെ ഒരു ബാലൻസിലൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇതിപ്പോൾ അനിവാര്യതയാണ്. വെറുതെ ഒരു ഫിലിം ഇറക്കി അപ്പം തന്നെ മോശം പറയുക, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ മോശം പറയുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളും ഗവൺമെൻറ്റിനും കൂടി ചേർന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ ജനപ്രതിനിധികളും നിങ്ങളും കൂടെ ചേർന്ന് ആലോചിച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റയ്ക്ക് എനിക്കൊരു കാര്യം അത് പറയാൻ പറ്റില്ല. നമുക്ക് മിനിസ്റ്ററുടെ മുന്നിൽ നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ചേർന്ന് ആലോചിച്ച് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴുള്ളൊരു വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ച ഇങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ നാദർ ഷോ എന്ന് പറയുന്ന ഈ കൊച്ചു ടോക്ക് ഷോ മിണ്ടിയും പറഞ്ഞു നമ്മൾ തമ്മിൽ അതിന് വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. ഒപ്പം വിരാമോണ്ട എന്ന് പറയുന്ന ഈ പെർഫ്യൂം കലാവാസന തീർച്ചയായിട്ടും ആദ്യത്തെ പാട്ടിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു കലാകാരന് ഈ വാസന കൊണ്ടിരിക്കട്ടെ. താങ്ക് യു. വിരാമോണ്ടെ പെർഫ്യൂംസ്, അൺഫോർഗറ്റബിൾ എനർജി. എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും MLA ആയിരുന്നു, ഇപ്പോൾ ഭരണപക്ഷത്തെ MLA, അന്ന് പ്രതിപക്ഷത്തെ MLA ആയിരുന്നു. അപ്പോൾ അന്നൊരു സെൽഫി എടുത്ത് ഇന്ന് ഒരുമിച്ചൊരു സെൽഫി.